ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു റെനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ്, പക്ഷേ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴും നമുക്ക് ഒരു പിടുത്തം കിട്ടാത്തതായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോഴും നമ്മൾ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്, നമ്മൾ നെക്കിനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും റെഡി ആവാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ക്രോസ് പീസ് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. ക്രോസ് ആയിട്ട് തന്നെ കട്ട് ചെയ്താലും നമ്മൾ വിചാരിച്ച ഷേപ്പിലേക്കൊക്കെ നമുക്കത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കോണായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വരച്ച് കൊടുക്കണം. ഇതേപോലെ ചെരിച്ചിട്ടാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത്. ആ ചെരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഒരു 2 ഇഞ്ചിലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ 2 ഇഞ്ചിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. 1 ഇഞ്ച് 1.5 ഇഞ്ചിൽ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു 2 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്തിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്യുക. എന്നിട്ട് വെച്ച് നോക്കിയിട്ടൊക്കെ നമ്മൾ 1 ഇഞ്ചും 1.5 ഇഞ്ചിലേക്കൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് അവിടെ ഇതേപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്കിനൊക്കെ നമ്മൾ ഈ ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്താണെങ്കിലൊന്നും നമ്മുടെ ഒരു ഷേപ്പിനനുസരിച്ച് നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു തുണി നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് നമുക്കതൊന്നും കറക്റ്റ് ആവാത്തത്. അപ്പോൾ ക്രോസ് പീസ് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ ഇതേപോലെ കോണായിട്ട് വരയ്ക്കുക. എന്നിട്ട് മാർക്ക് ചെയ്യുക, മെഷർ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് പിന്നെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. അതേപോലെ തന്നെ നെക്കിന് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളൊരു സ്റ്റൈലും കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണും. യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നൈറ്റീസും ഫ്രോക്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇനി വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കൽ. അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എൻഡിലേക്കും താഴത്തേക്കൊക്കെ ഇതേപോലെ ഒരു ഷേപ്പ് അല്ലാത്ത ഒരു ഭാഗം ഉണ്ടാവും. അത് കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മളെ ഭാഗത്തേക്കായിട്ട് വെക്കട്ടോ. ഒരു പീസ് ഇതേപോലെ നമ്മുടെ ഭാഗത്തേക്കായിട്ട് വെച്ചിട്ട് കോണായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുക. അല്ലാതെ ആണെങ്കിൽ ഇതേപോലെ ഞാൻ വീഡിയോയിൽ പറയുന്നതിനേക്കാളും കൂടുതൽ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതേപോലെ കോണായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ കോണായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യുക. അപ്പോൾ തന്നെ നല്ല നീളത്തിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു പോർഷൻ ഇല്ലേ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്താൽ കണ്ടില്ലേ, ഈ ഒരു ലെവലിലാണ് നമ്മളിങ്ങനെ ക്രോസ് പീസ് കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുക. ഇതേപോലെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ നെക്കിന് അതേപോലെ പൈപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാനൊരു നെക്കിനും കൂടി ഇതെങ്ങനെയാണ് വെക്കലൊന്നും കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഞാൻ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ നമ്മൾ നെക്കിനോട് ചേർത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ ആ ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് അത് തുറന്ന് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒന്നും നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ നെക്കും കൂട്ടി ചേർത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 4 ഇഞ്ചിലൊക്കെ വിട്ടിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. അപ്പോൾ ഇത് ക്രോസ് പീസ് ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അത് നമുക്ക് ഇതേമാതിരി ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ നമ്മളൊരു 4 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ പോർഷനൊക്കെ ജസ്റ്റ് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് മറിച്ചടിക്കാനും കഴിയിട്ട് ചെറിയ കട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ സ്റ്റിച്ചുമേലേക്ക് തട്ടാതെ വേണം കേട്ടോ കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് എന്നിട്ട് അകത്തേക്ക് വരുന്ന ഭാഗമല്ലേ അവിടെ നമ്മൾ ചെറിയ വെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. അതേ രീതി തന്നെയാണ് നമ്മൾ പൈപ്പിങ്ങിനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന രീതി കേട്ടോ. കുറച്ചും കൂടി ഇത്ര വീതി ഇല്ലാതെ ക്ലോത്ത് ആയിരിക്കും എടുക്കുക. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ആ ഒരു പൈപ്പിങ് ആ ഒരു കയറില്ലേ അത് ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അറ്റത്ത് കൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ആ ഒരു വീതിക്ക് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യൽ 2 സ്റ്റിച്ചും കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം പെർഫെക്ഷൻ വരുന്നോ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു പെർഫെക്ഷൻ നമ്മളെ ടോപ്പിന് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഒരു സൈഡ് മാത്രമാണ് നിങ്ങൾക്ക് ഒരു വൃത്തി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൽ. 2 സൈഡും ആ ഒരു തുറന്ന് കിടക്കേണ്ട, അല്ലെങ്കിൽ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 സൈഡും അടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഈ ഒരു എൻഡിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം ആ തുറന്ന് കിടക്കുന്ന ഭാഗം കൂടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇന്നൊരു ചെറിയൊരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതേപോലെ ഇനി നൈറ്റീസിൻ്റെയും അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസിൻ്റെയും അങ്ങനെയുള്ള ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.